നമ്മൾ മലയാളികൾ ഭക്ഷണപ്രിയരാണല്ലേ. നമുക്കിത്തിരി ചോറും കറിയും തോരനൊക്കെ വേണം. അല്ല എങ്കിൽ രാവിലെ ആണെങ്കിലും ദോശയോ ഇഡ്ഡലിയോ പുട്ടോ കറിയോ ഒക്കെ ആയിട്ടല്ലേ. അപ്പോൾ യൂറോപ്യൻസ് ആണെങ്കിൽ ബ്രെഡും ജാമും ഒക്കെ മതി. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഗ്യാസിൻ്റെ ഉപയോഗം വളരെ കൂടുതലുമാണ്. ഇപ്പോഴാണെങ്കിലോ ഗ്യാസിൻ്റെ വിലയാണെങ്കിൽ ഡെയിലി കൂടിക്കൊണ്ടിരിക്കുകയുമാണ്. നമുക്ക് ഇന്ന് കുറച്ച് ഗ്യാസ് സേവ് ചെയ്യാനുള്ള ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു പ്രഭാസ് വെജി വേൾഡ്. എൻ്റെ ചാനൽ ആദ്യം കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ കൂടി ചെയ്യണേ. അപ്പം നമുക്ക് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഗ്യാസ് സേവ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് ദിവസം കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുക എന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ടിപ്പുകളാണ് ഇതെല്ലാം. ഇവിടെ ഇപ്പോൾ എൻ്റെ ഗ്യാസ് 4 ബർണറിലാണ്. നാട്ടിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും 3 ബർണറിലുള്ളതായിരിക്കും. ഒന്ന് വലുതും ഒന്ന് ഒരു ചെറുതും കുറച്ച് ഒരു മീഡിയം സൈസിലുള്ളത് അല്ലേ. ഇവിടെ ഉള്ളത് എൻ്റെ 2 എണ്ണം ഒരേ സൈസിലും ഒരെണ്ണം വലുതും ഒന്ന് വളരെ ചെറുതുമാണ്. ഇതിൽ മീഡിയം സൈസിലുള്ളതാണ് മിക്കവാറും നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഗ്യാസ് വളരെയധികം സേവ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഗ്യാസ് ഉപയോഗിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് അവിടെയൊക്കെ ക്ലീൻ അല്ലേ എന്നൊക്കെ നോക്കണം. ക്ലീൻ അല്ലെങ്കിൽ ക്ലീൻ ആക്കി വേണം ഉപയോഗിക്കാനായിട്ട്. പൊടിയുണ്ട് എന്ന് വിചാരിക്കുക, അപ്പം നമുക്ക് ഡസ്റ്റ് അടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസ് വെറുതെ വേസ്റ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലെയിം കത്തുന്നത് ബ്ലൂ കളറിൽ തന്നെ കത്തണം. അതല്ലാതെ റെഡ് കളറിലാണ് കത്തുന്നത് എങ്കിൽ നമുക്ക് ഗ്യാസ് വെറുതെ വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. എപ്പോഴും റെഡ് കളറിലാണ് കത്തുന്നത് എങ്കിൽ ഗ്യാസിനെ ഒന്ന് സർവീസ് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. അതുതന്നെ നമ്മളെ ഗ്യാസ് സേവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഗ്യാസ് ഇപ്പോൾ വലിയ ബർണറിൽ വെക്കുകയാണെങ്കിൽ വലിയ വിസ്താരമുള്ള പാത്രങ്ങൾ മാത്രമേ വലുതിൽ വെക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിപ്പോൾ കണ്ടോ, ഞാൻ വലുതിൽ വെച്ചു. അതിനെ ഞാൻ പിന്നീട് ചെറുതിലേക്ക് വെക്കാറാണ് പതിവ്. ഒന്ന് തിളയ്ക്കാൻ വെച്ച് കഴിഞ്ഞാൽ വലിയ പാത്രങ്ങളാണെങ്കിലും ചെറിയതിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അത്രത്തോളം നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാം. കൂടാതെ ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് ഒന്ന് കുറച്ച് സിമ്മിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ കുക്കാവുകയും ചെയ്യും. വേറൊരു ടിപ്പ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ പാത്രമൊക്കെ കഴുകി ഉടനെ അതിൽ വെക്കുകയാണെന്ന് വിചാരിക്കുക. വെള്ളത്തോടു കൂടി വെക്കുകയാണെങ്കിൽ അതിനെ ഒന്ന് തുടച്ചതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ ഇത് ചൂടാവാനുള്ള ടൈം നമുക്ക് ഗ്യാസിൻ്റെ ടൈം ഇതിലൂടെ കുറച്ചെടുക്കാൻ പറ്റും. അതും വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അതുപോലെ നമ്മളിപ്പോൾ വെക്കുന്നത് ഇപ്പോൾ ഇതേ സംഭവം തന്നെ നമ്മൾ മണ്ണിൻ്റെ പാത്രത്തിൽ വെക്കുകയാണെങ്കിലും വെള്ളം കഴുകി തുടച്ചതിന് ശേഷം മാത്രം വെക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ മണ്ണിൻ്റെ പാത്രം ചൂടാവും. ഇതില്ല എങ്കിൽ ഇത് ചൂടാവാൻ തന്നെ ഒരു 5-10 മിനിറ്റ് ടൈം എടുക്കുകയും ചെയ്യും. തുടച്ചതിന് ശേഷം വെച്ചാൽ കുറച്ച് ടൈം നമുക്ക് കുറച്ചെടുക്കാം. അത്രയും ഗ്യാസ് സേവ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ ഇപ്പോൾ ചോറൊക്കെ വെക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ വെള്ളം വെച്ച് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി അടച്ച് വയ്ക്കുക. പിന്നെ ഒരു 10 മിനിറ്റോളം അരി ഒന്ന് കുതിർത്തതിന് ശേഷം മാത്രം ചോറുണ്ടാക്കുക. അപ്പോൾ വളരെ പെട്ടെന്ന് ഇപ്പോൾ വൈറ്റ് റൈസ് പൊന്നി റൈസൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മളൊന്ന് കുതിർത്തതിന് ശേഷം വെക്കുകയാണെങ്കിൽ ടൈം സേവ് ചെയ്യാം. കൂടാതെ ഗ്യാസും സേവ് ചെയ്യാം. ഇനി അടുത്തത് നമ്മൾ റെഡ് റൈസാണ് വെക്കുന്നത് എങ്കിൽ കുക്കറിൽ വെച്ചതിന് ശേഷം വാർത്തെടുക്കാൻ നോക്കുക. ഞാൻ അങ്ങനെയാണ് കുക്കറിൽ റെഡ് റൈസ് വേവിക്കേണ്ടതെന്നുള്ളതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടു നോക്കൂ. ഡിസ്ക്രിപ്ഷൻ ഞാൻ താഴെ കൊടുക്കാം. ഇത് കണ്ടോ, കുക്കറിൽ വെച്ചാലും നമുക്ക് നല്ല നാടൻ ഉലർന്ന് തന്നെ കിട്ടുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇനി അടുത്തത് കുക്കറിൽ തന്നെയാണ് ഒരു ട്രിക്ക് ഉള്ളത്. നമ്മളിപ്പോൾ പുട്ടുകുറ്റിയൊക്കെ എടുത്തിട്ട് പുട്ടുണ്ടാക്കാൻ നമ്മളിപ്പോൾ കുക്കറിൻ്റെ മേലെ വയ്ക്കുക. അപ്പോൾ ആ പുട്ടുകുറ്റി വേവാനുള്ള സമയം കൊണ്ട് നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാൻ നോക്കാം. അതിനായിട്ട് പരിപ്പിനെ കുക്കറിലിട്ടിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ചതിന് ശേഷം നമ്മൾ വിസിലിന് പകരം പുട്ടുകുറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ വെന്ത് കിട്ടാനുള്ള ചാൻസ് നല്ലോണം ഉണ്ട്. അപ്പോൾ പരിപ്പ് എങ്ങാനും പുട്ട് വേവുന്നതിൻ്റെ കൂട്ടത്തിൽ വെന്തില്ല എന്ന് വിചാരിക്കുക. അപ്പോഴും ഉണ്ട് നമുക്കൊരു വഴി. ഇപ്പം നമ്മൾ അങ്ങനെയാണെങ്കിൽ ഒരു വിസിൽ അത് കുക്കറിൽ ഇതെല്ലാം പുട്ട് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഒരു വിസിൽ വരുത്തിയാൽ മതി. അതുപോലെ തന്നെ ഇതിന് പകരം പൊട്ടറ്റോ വേവിച്ചെടുക്കാം. ഈ ദാലിന് പകരം അതല്ലാതെ നമുക്കിതാ പഴം വേവിച്ചെടുക്കാം. വേണം എന്നുള്ളവർക്ക് എഗ്ഗ് വരെ ഇങ്ങനെ വേവിച്ചെടുക്കാം. എഗ്ഗ് ആകുമ്പോൾ അത്ര നേരം ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം ബോയിൽ ചെയ്താൽ മാത്രം മതി. പുട്ട് വയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതെല്ലാം തന്നെ വേവിച്ചെടുക്കുകയും ചെയ്യാം. അതുപോലെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ എല്ലാ വെജിറ്റബിളും ആവശ്യത്തിന് അത് കട്ട് ചെയ്തതിന് ശേഷം മാത്രം കുക്കിംഗ് തുടങ്ങുക. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഗ്യാസ് ഇടയ്ക്കിടയ്ക്ക് കൂട്ടിയും കുറച്ചും ഒന്നും പാടുപെടേണ്ട ആവശ്യം ഉണ്ടാവില്ല. പെട്ടെന്ന് കുക്കാവും. അതുപോലെ കുക്ക് ചെയ്യുന്ന സമയത്ത് അടച്ച് വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോഷകം നഷ്ടപ്പെടാതിരിക്കുകയും പെട്ടെന്ന് തന്നെ കുക്കാവുകയും ചെയ്യും. അതുപോലെ ഇപ്പോൾ പൾസസ് ഒക്കെയാണ് നിങ്ങൾ കുക്ക് ചെയ്യുന്നതൊക്കെ, കടലയാണെങ്കിലും പരിപ്പാണെങ്കിലും കടലപ്പരിപ്പാണെങ്കിലും ഒരു 10 മിനിറ്റ് കടലപ്പരിപ്പോ തോരപ്പരിപ്പോ ഒക്കെ ആണെങ്കിൽ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് കുക്കാവും. ഇപ്പോൾ കടലയൊക്കെ ആണെങ്കിൽ തലേ ദിവസം തന്നെ സോക്ക് ചെയ്തിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ
വളരെ പെട്ടെന്ന് തന്നെ നമുക്കങ്ങനെ പരിപ്പുകളൊക്കെ വേവിച്ചെടുക്കാം. അതുപോലെ ഇപ്പോൾ ഗ്യാസിൽ വെക്കുകയാണെന്ന് വിചാരിക്കുക, ഗ്യാസിൽ നമ്മുടെ കുക്കർ വെക്കുകയാണെങ്കിൽ തന്നെ ഭയങ്കര ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കുക്കർ കുറച്ച് മീഡിയം ടെമ്പറേച്ചറിൽ വെച്ച് കുറച്ച് വിസിൽ വരുത്തുന്നതാണ് നല്ലത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കാവുകയും ചെയ്യും. ഇത് സമയം മാത്രമല്ല, നമ്മുടെ ഗ്യാസും സേവ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഒരു മീഡിയം ഇതിൽ വെച്ചിട്ട് എപ്പോഴും കുക്ക് ചെയ്യുന്നതാണ് ഗ്യാസ് സേവ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത്. ടൈമും അതുപോലെ തന്നെ സേവ് ചെയ്തെടുക്കാം. എപ്പോഴും വെള്ളമോ മറ്റ് സാധനങ്ങളോ തിളപ്പിക്കുന്ന സമയത്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചൂടാവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചുക്കുവെള്ളമൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക. ചുക്കുവെള്ളമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ നിറയെ വെള്ളം വെച്ച് തിളയ്ക്കുന്നതിന് പകരം നമുക്ക് ഇലക്ട്രിക് കെറ്റിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിൽ വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഞാനിതാ ഇവിടെ കുറച്ച് ജീരകവെള്ളം ഉണ്ടാക്കിയിട്ട്, ജീരകവെള്ളമോ ചുക്കുവെള്ളം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഈ തിളച്ച വെള്ളത്തിനെ മിക്സ് ചെയ്യാം. അപ്പം നമുക്ക് കുറച്ച് സമയം കൊണ്ട് ഒരു പാത്രത്തിലുള്ള ചുക്കുവെള്ളം മുഴുവൻ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഈ സേവിങ് ആയിട്ടുള്ള ഗ്യാസ് സേവിങ് ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുമല്ലോ. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ. താങ്ക് യു.